ജീവിച്ചിരുന്ന കാലത്ത് തോമസ് മിഡ്ഗ്ലി ജൂനിയർ എന്നിട്ടുള്ള ഒരു മനുഷ്യൻ വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു തലമുറകൾക്ക് ശേഷം വന്നിട്ടുള്ള മറ്റ് തലമുറ കണ്ടെത്തിയത് അദ്ദേഹം ഒരു ക്രൂരനായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം തന്നെ വളരെ വലിയ അബദ്ധങ്ങളായിരുന്നു എന്നിട്ടുള്ളതാണ്. ഈ കണ്ടെത്തലുകളൊക്കെ പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയപ്പോഴേക്കും തന്നെ ദശലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം മൂലം അദ്ദേഹം ഇപ്പോൾ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള ഗവേഷകരുടെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരുടെ ഒരു പട്ടികയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ വരുത്തിയിട്ടുള്ള വിന ഇപ്പോഴും ഭൂമിയിൽ നിന്നും മാറിയിട്ടേ ഇല്ല. അഡോൾഫ് ഹിറ്റ്ലറിനെ കഴിഞ്ഞും കൂടുതൽ ആൾക്കാരെ കൊന്നത് ഇദ്ദേഹമാണെന്നാണ് തമാശ രൂപേണ പലരും പറയുന്നത്. അതായത് ഓസോൺ പാളിയിലെ വിള്ളലുകൾ മുതൽ മനുഷ്യരുടെ ബുദ്ധി കുറയാനുള്ള കാരണം വരെ ഇദ്ദേഹമാണെന്നാണ് പുതിയ തലമുറയിലെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും അവർ പറയുന്നതും. ഒരു അപകടത്തിലൂടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. 1908 ബെല്ലെ ഐൽ പാലത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു കാർ പെട്ടെന്ന് പ്രവർത്തനരഹിതമായി. അന്നത്തെ കാർ സ്റ്റാർട്ടാക്കുവാൻ പ്രത്യേക ലിവർ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിരുന്നു. ആ കാർ ഓടിച്ചതാകട്ടെ ഒരു സ്ത്രീയും. അവരെ സഹായിക്കാൻ ഒരു ആളെത്തി, ബൈറൺ കാർട്ടർ. ഒരു കാർ കമ്പനിയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. കാറിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് അദ്ദേഹം ലിവർ തിരിച്ചു. പക്ഷേ അദ്ദേഹം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ എഞ്ചിൻ കറങ്ങി. ലിവർ മുഖത്ത് തട്ടി പരിക്കേറ്റ കാർട്ടർ മരിക്കുകയും ചെയ്തു. ഈ ഒരു ദുരന്തം സ്വാധീനിച്ചത് കാഡിലാക്കിലെ ഹെൻറി ലൈലാൻഡിനെയാണ്. ഹാൻഡ് ക്രാങ്കുകൾ ഇല്ലാത്ത ഒരു വാഹനത്തിലേക്കായി പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അവസാനം കാഡിലാക്ക് മോഡൽ 30 ആ ലക്ഷ്യം നിറവേറ്റി. ഏറെ താമസിയാതെ തന്നെ അത് വിപണിയിൽ തരംഗമാവുകയും ചെയ്തു. പക്ഷേ കാഡിലാക്ക് മോഡൽ 30യുടെ എഞ്ചിനിൽ ഒരു പ്രശ്നം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എഞ്ചിന്റെ ഉള്ളിലെ ജ്വലനത്തിനുള്ള പ്രശ്നങ്ങൾ. അത് മൂലമുണ്ടാകുന്ന ശബ്ദം എഞ്ചിൻ നോക്കിംഗ് എന്ന് അറിയപ്പെട്ടു. എഞ്ചിനുകൾ വേഗം തന്നെ തകരാറിലായി. ഇന്ധനക്ഷമത കുറഞ്ഞു. പ്രശ്നത്തിന്റെ പരിഹാരവുമായി അദ്ദേഹം എത്തി. അതെ, തോമസ് മിഡ്ഗ്ലി ജൂനിയർ. അന്ന് അദ്ദേഹത്തിന് 27 വയസ്സായിരുന്നു. ട്രെല്ലൂരിയം എഥനോൾ പല മാർഗങ്ങളും അദ്ദേഹം പരീക്ഷിച്ചു. അങ്ങനെ 5 വർഷത്തെ അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണത്തിനും പരീക്ഷണങ്ങൾക്കും പഠനത്തിനും ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ലെഡിലായിരുന്നു. ചിലവ് കുറഞ്ഞതും ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പവുമായിരുന്നു അത്. അങ്ങനെ അവസാനം എഞ്ചിൻ നോക്കിങ്ങിനോട് വാഹനങ്ങൾ വിട ചൊല്ലി. വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം പത്രപ്രവർത്തകർക്ക് മുമ്പിൽ അന്ന് വന്നു നിന്നത്. ഈയത്തിൽ അടങ്ങിയിരിക്കുന്ന അപകടം അപ്പോഴേക്കും ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. തൻ്റെ സംയുക്തത്തിൽ ലെഡിന്റെ അളവ് കുറവാണെന്നും ആരോഗ്യത്തിന് യാതൊരു തരമായിട്ടുള്ള ഭീഷണി ഇല്ലെന്നും അദ്ദേഹം വാദിച്ചു. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ താൻ സൃഷ്ടിച്ച ഈ ഒരു സംയുക്തം അദ്ദേഹം കയ്യിലൊഴിക്കുകയും 1 മിനിറ്റോളം അതിന്റെ പുക ശ്വസിക്കുകയും ചെയ്തു. യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെയും തനിക്ക് ഇത് ദിവസവും ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. പക്ഷെ ഏറെ വൈകാതെ തന്നെ അദ്ദേഹം ആശുപത്രിയിൽ ആയിരുന്നു. ചികിത്സയും നേടി. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിഞ്ഞിട്ടുണ്ടായിരുന്നേ ഇല്ല. ആ ഒരു കണ്ടെത്തലോടുകൂടി അദ്ദേഹം ലക്ഷ്യമിട്ടത് $20 കോടി ആയിരുന്നു. ഇന്നത്തെ കാലത്ത് അതിന്റെ മൂല്യം ഏകദേശം 25,000 കോടി രൂപ വരും. ലെഡ് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു വിഭാഗം ശാസ്ത്രജ്ഞർ ശബ്ദമുയർത്തി. പക്ഷേ വാഹന വിപണിയുടെ ശബ്ദം അതിൻ്റെയും മുകളിലായിരുന്നു. ഒടുവിൽ സ്റ്റാൻഡേർഡ് ഓയിൽ പ്രസിഡന്റ് ഫ്രാങ്ക് ഹോവാർഡ് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനം പോലെയാണ്. അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അത് ഉപേക്ഷിക്കുന്നതിൽ യാതൊരു കഴമ്പുമില്ല. അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി മിഡ്ഗ്ലിക്ക് പുരസ്കാരങ്ങൾ നൽകി. ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങി. ലെഡ് നിർമ്മിക്കുന്നതിന് അദ്ദേഹം പേറ്റന്റും നേടി. പുതിയ ഉൽപ്പന്നത്തിന് അദ്ദേഹം എഥൈൽ എന്ന് പേരിട്ടു. ജനറൽ മോട്ടോഴ്സ്, ഡ്യൂപോണ്ട്, ജേഴ്സിയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ എന്നിവരുമായി ചേർന്ന് എഥൈൽ കോർപ്പറേഷന് അദ്ദേഹം രൂപം കൊടുത്തു. ലെഡ് ചേർത്ത പെട്രോൾ മാർക്കറ്റിൽ തരംഗമായി. അവരുടെ മാർക്കറ്റിംഗ് അതിഗംഭീരവുമായിരുന്നു. ഇതോടെ പുതിയ പ്ലാന്റുകൾക്ക് തുടക്കവുമായി. പക്ഷേ ന്യൂജേഴ്സിയിൽ ആരംഭിച്ച പ്ലാന്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചർച്ചയായി. ഡസൻ കണക്കിന് തൊഴിലാളികൾ രോഗികളായി. 5 പേർ മരിക്കുകയും ചെയ്തു. പക്ഷേ വിവാദങ്ങളൊക്കെ അദ്ദേഹം നിഷേധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ശരീരത്തിൽ
കാൽസ്യത്തെ അനുകരിക്കുകയാണ് ലെഡ് ചെയ്യുക. അതിനെ ഒഴിവാക്കാനാവില്ല. കാൽസ്യം പോലെ തന്നെ ലെഡിനെയും വർഷങ്ങളോളം അസ്ഥിയിൽ സൂക്ഷിക്കാൻ സാധിക്കും. അത് മനുഷ്യ ശരീരത്തെ വിഷമയമാക്കുന്നു. അവസാനം അത് മസ്തിഷ്കത്തെയും ബാധിക്കുന്നു. ലെഡ് വിഷബാധയുടെ സാധാരണ ലക്ഷണം തലവേദനയാണ്. ഓർമ്മക്കുറവുകളും കൈക്കും കാലിനും സ്വാധീനം കുറയുന്നതും കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ഥിരമായ പഠന വൈകല്യങ്ങളും പെരുമാറ്റ വൈകല്യങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. ഡോക്ടർമാരും MIT, ഹാർവാർഡ്, യേൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരെല്ലാവരും മിഡ്ഗ്ലിക്ക് കത്തെഴുതി. 1950 ആയപ്പോഴേക്കും ദശലക്ഷക്കണക്കിന് വാഹനങ്ങളിലേക്ക് ലെഡ് കലർന്ന ഇന്ധനമെത്തി. അത് പുകയിലൂടെ അന്തരീക്ഷ വായുവിലേക്കും കലർന്നു. കഴിഞ്ഞതോടുകൂടി മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവുകൾ കൂടി. അത് തെളിയിക്കുവാൻ ഗവേഷകർ ആശ്രയിച്ചത് ഈജിപ്ഷ്യൻ മമ്മികളെയും പഴയകാല ബോഡികളെയുമായിരുന്നു. 2 നൂറ്റാണ്ട് മുമ്പ് മരിച്ചവരെ അപേക്ഷിച്ച് സമീപകാലത്ത് മരിച്ചവരുടെ ശരീരത്തിൽ ലെഡിന്റെ അളവ് 100 ഇരട്ടിയായിരുന്നു. ലെഡ് ഉള്ളിൽ ചെന്നാൽ ബുദ്ധിശക്തി കുറയും, പെരുമാറ്റങ്ങളിൽ വൈകല്യങ്ങൾ കാണുന്നു. ഗവേഷണ ഫലങ്ങൾ ഒന്നൊന്നായി പുറത്തുവന്നു. പല്ലുകളിൽ ഉയർന്ന ലെഡിന്റെ അളവുള്ള കുട്ടികൾ ഹൈസ്കൂളുകളിൽ നിന്നും പരീക്ഷകൾക്ക് തോൽക്കുന്നത് പോലും പതിവാകുമെന്ന് ശാസ്ത്രജ്ഞർ അന്ന് പറഞ്ഞു. 17 കോടി ആളുകൾക്കാണെന്ന് ലെഡ് മൂലം രോഗങ്ങളുണ്ടായത്. 1970 മുതൽ 1990 വരെ അന്ന് കുറ്റകൃത്യങ്ങൾക്ക് അസാധാരണമായിട്ടുള്ള വർധനയുണ്ടായി. ലെഡ് ഒരു ഘടകമായി. US-ലെ ജനസംഖ്യയിലുള്ള പാതി പേരുടെ ശരീരത്തിലും ലെഡ് എത്തി എന്ന് അന്നത്തെ പരീക്ഷണങ്ങളും പഠനങ്ങളും തെളിയിച്ചു. 2018 നടത്തിയ പഠനത്തിൽ 2,50,000 പേർ ലെഡ് മൂലം ഹൃദ്രോഗികളായി എന്ന് കണ്ടുപിടിച്ചു. ലോകത്ത് 10 കോടി ആളുകൾ ലെഡ് മൂലമുണ്ടാകുന്ന രോഗങ്ങളിൽപ്പെട്ട് മരിച്ചുവെന്ന് പിന്നീട് കണക്കുകൾ പുറത്തുവന്നു. മിഡ്ഗ്ലിയുടെ ഗവേഷണങ്ങളൊന്നും അവിടെ അവസാനിച്ചില്ല. വീട്ടുപകരണങ്ങളായ ഫ്രിഡ്ജിലേക്കും റെഫ്രിജറേറ്ററുകളിലേക്കും അദ്ദേഹം ശ്രദ്ധ തിരിച്ചു. മീഥെയ്ൻ, ഫോർമേറ്റ്, സൾഫർ ഡയോക്സൈഡ് എന്നിവയാണ് അക്കാലത്ത് റെഫ്രിജറന്റുകളായി ഉപയോഗിച്ചിരുന്നത്. വിഷ സ്വഭാവവും പൊട്ടിത്തെറിക്കാനുള്ള അവയുടെ സാധ്യതയും മറികടക്കുവാൻ അദ്ദേഹം ശ്രമിക്കാൻ തുടങ്ങി. അതിനുവേണ്ടി അദ്ദേഹം ഫ്രിയോൺ എന്നിട്ടുള്ള ഒരു സംയുക്തം കണ്ടുപിടിച്ചു. അതും അദ്ദേഹം ശ്വസിച്ചു കാണിച്ചു. അതോടെ CFC അഥവാ ക്ലോറോഫ്ലൂറോ കാർബണുകൾ, CFC എന്ന് പറയുന്നത് വളരെ ഭാരം കുറഞ്ഞതും അതുപോലെ തന്നെ സ്ഥിരത ഉള്ളതുമായിരുന്നു. അവ അന്തരീക്ഷത്തിലെത്തിയാൽ സ്ട്രാറ്റോസ്ഫിയറിലെത്തുന്നു. അൾട്രാ വയലറ്റ് രശ്മികൾ പതിച്ചാൽ അതിൽ നിന്നും ക്ലോറിൻ വാതകം പുറത്തു വരുന്നു. അത് ഓസോണുമായി ചേർന്നാൽ ക്ലോറിൻ മോണോക്സൈഡ്, ഓക്സിജൻ എന്നിവയുണ്ടായി ഓസോൺ പാളിക്ക് വിള്ളലുകൾ രൂപപ്പെടാൻ കാരണമാകുന്നു. ഓസോൺ കുറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കും. അത് നമുക്ക് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ക്യാൻസറിന്റെ വർധനയെ വളരെയേറെ ബാധിക്കും. 1944 നവംബർ 2 അദ്ദേഹത്തിന്റെ ഈ കണ്ടുപിടുത്തം. ഈ കണ്ടുപിടുത്തത്തിലുണ്ടായ ഒരു പിഴവ് മൂലം ആ കട്ടിലിലെ കയർ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുങ്ങി അദ്ദേഹം മരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ 2 കണ്ടുപിടുത്തങ്ങളുടെയും ദൂഷ്യഫലങ്ങൾ ഇതുവരെ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടേയില്ല. പാളി പൂർണ്ണമായും സുഖപ്പെടാൻ ഏകദേശം ഇനിയും 4 പതിറ്റാണ്ടുകൾ കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. 1970-കളിലാണ് ലെഡ് അടങ്ങിയിട്ടുള്ള പെട്രോളുകൾ നിയന്ത്രിക്കാൻ US തുടക്കമിട്ടത്. ആദ്യം ലെഡ് അടങ്ങിയിട്ടുള്ള ഇന്ധനം നിരോധിച്ചത് ജപ്പാനിലാണ്. 2000-ലാണ് ഇന്ത്യയും ചൈനയും ഇത് നിരോധിച്ചത്. 2021-ൽ അൾജീരിയയിലും ഇത് നിയന്ത്രണത്തിൽ വന്നതോടുകൂടി ലെഡ് അടങ്ങിയിട്ടുള്ള പെട്രോളുകൾ പൂർണ്ണമായും ഇല്ലാതായി. ലെഡ് വിഷബാധയുടെ ദീർഘകാല പ്രത്യാഘാതങ്ങളുമായി ജീവിക്കുന്നവർ ധാരാളമാണ്.